നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി ടോക്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. താമരശ്ശേരി ചുരം റോഡിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ജില്ലാ കളക്ടർ സ്നേഹിൽകുമാർ സിംഗിന്റെ നിർദ്ദേശപ്രകാരം NITയിലെ വിദഗ്ധ സംഘം പരിശോധന നടത്തി. NIT സിവിൽ വിഭാഗം പ്രൊഫസർ സന്തോഷ് ജി തമ്പി, അസിസ്റ്റന്റ് പ്രൊഫസർമാരായ പ്രദീപ് നേഗി, അനിൽകുമാർ, റിസർച്ച് ഫെലോ മനു ജോർജ് എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തിന്റെയും സമീപ പ്രദേശങ്ങളുടെയും ദൃശ്യങ്ങൾ ഡ്രോൺ ഉപയോഗിച്ചുള്ള റിയൽ ടൈം കൈനമാറ്റിക് സർവേയിലൂടെ സംഘം ശേഖരിച്ചു. ഇവ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ത്രിമാന ദൃശ്യങ്ങളിലൂടെ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന മണ്ണിടിച്ചിൽ സാധ്യത, ഭൂമിയുടെ സ്വഭാവം, ആഘാത സാധ്യത തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്ന് ഡോക്ടർ സന്തോഷ് ജി തമ്പി പറഞ്ഞു. ഇനിയും പാറ ഇടിയാനുള്ള സാധ്യത പരിശോധിക്കുന്നുണ്ട്. പ്രാഥമിക പരിശോധനാ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് നൽകും. പരിശോധനാ വിവരങ്ങൾ വിശകലനം ചെയ്ത ശേഷം ആവശ്യമെങ്കിൽ പ്രദേശത്ത് GPR പരിശോധന നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓഗസ്റ്റ് 26-ന് താമരശ്ശേരി ചുരത്തിലെ 9ാം വളവിൽ മണ്ണിടിച്ചിലുണ്ടായത്. തുടർന്ന് ദിവസങ്ങളോളം ചുരത്തിലൂടെയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ M. രേഖ, PWD NH വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KV സുജീഷ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിതിൽ ലക്ഷ്മണൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ M. സലീം, ജില്ലാ സോയിൽ കൺസർവേഷൻ ഓഫീസർ M. രാജീവ്, ഹസാഡ് അനലിസ്റ്റ് P. അശ്വതി എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് ഹോമിയോ ഡിസ്പെൻസറി കെട്ടിട നിർമ്മാണ പ്രവൃത്തി PTA റഹീം MLA ഉദ്ഘാടനം ചെയ്തു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 50 ലക്ഷം രൂപ വിനിയോഗിച്ച് കുന്നമംഗലം ടൗണിന് സമീപം പുത്തലത്ത് ഗോപാലൻ നായർ സൗജന്യമായി ഗ്രാമപഞ്ചായത്തിന് വിട്ടുനൽകിയ 3 സെന്റ് സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. താഴെ നിലയിൽ രോഗികളുടെ കാത്തിരിപ്പ് മുറി, ഡോക്ടറുടെ പരിശോധന മുറി, ഫാർമസി, സ്റ്റോർ, ടോയ്ലറ്റ് എന്നിവയും മുകൾ നിലയിൽ ഹാൾ, റൂം എന്നിവയും ഉൾപ്പെടുത്തിയാണ് കെട്ടിടം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ചടങ്ങിൽ കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി പുൽക്കുന്നുമ്മൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരിയിൽ അലവി മുഖ്യാതിഥിയായി. അസിസ്റ്റന്റ് എഞ്ചിനീയർ റൂബി നസീർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് V. അനിൽകുമാർ, UC പ്രീതി, ഷബ്ന റഷീദ്, ചന്ദ്രൻ തിരുവലത്ത്, N. ഷിയോലാൽ, KC നൌഷാദ്, ഷൈജ വളപ്പിൽ, K. സുരേഷ് ബാബു, CM ഷാജി, നജീബ് പാലക്കൽ, ഡോക്ടർ രേണു രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. നാഷണൽ ട്രസ്റ്റ് ആക്ടിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന ഭിന്നശേഷിക്കാർക്ക് 1 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം നൽകുന്ന നിരാമയ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സാമൂഹിക നീതി വകുപ്പിന്റെ സുനീതി പോർട്ടൽ വഴി സമർപ്പിക്കാം. വിശദവിവരങ്ങൾ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ബേപ്പൂർ ഫിഷിംഗ് ഹാർബർ മാനേജ്മെന്റ് സൊസൈറ്റിക്ക് കീഴിൽ വിവിധതരം ഫീസുകൾ പിരിച്ചെടുക്കാൻ ദിവസവേതനത്തിൽ നിയമനം നടത്തും. യോഗ്യത SSLC പാസ്. അഭിമുഖം സെപ്റ്റംബർ 15-ന് രാവിലെ 10:30-ന് ബേപ്പൂർ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിൽ നടക്കും. ഫോൺ 0495 238 3780. കോഴിക്കോട് ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രോണിക്സ്, കൊമേഴ്ഷ്യൽ, പ്രാക്ടീസ് ബ്രാഞ്ചുകളിലെ ഒഴിവുള്ള സീറ്റുകളിൽ സെപ്റ്റംബർ 15 വരെ നേരിട്ടെത്തി പ്രവേശനം നേടാം. ഇതുവരെ അപേക്ഷിക്കാത്തവർക്കും അവസരമുണ്ടാകും. സർട്ടിഫിക്കറ്റുകളും ഫീസും കരുതണം. വിശദവിവരങ്ങൾ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഫോൺ 0495 237 0714. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലെ മേരാ യുവ ഭാരതിൽ അഫിലിയേറ്റ് ചെയ്ത ജില്ലയിലെ യൂത്ത് ക്ലബ്ബുകൾക്കുള്ള സ്പോർട്സ് കിറ്റിന് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി സെപ്റ്റംബർ 20. ഫോൺ 0495 237 1891 9447 752234. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസ് ബോർഡ് നടത്തിയ വയർമാൻ പരീക്ഷ 2024 പാസ്സായ കോഴിക്കോട് ജില്ലയിലുള്ളവർക്ക് സെപ്റ്റംബർ 15-ന് രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 വരെ കോഴിക്കോട് താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ഏകദിന പരിശീലനം സംഘടിപ്പിക്കും. അറിയിപ്പ് ലഭിക്കാത്തവർ കോഴിക്കോട് ഡെപ്യൂട്ടി ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ കാര്യാലയവുമായി ബന്ധപ്പെടണം. ഫോൺ 0495 295 0002. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.